ഹലോ, എല്ലാവരും എന്തെടുക്കാണ്? സുഖമല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇന്നൊരു വീക്ക്ലി വ്ളോഗാണ്. നമ്മുടെ വീട്ടിലെ ചേച്ചി മിറ്റം തേക്കാൻ വന്ന ദിവസമാണ് കേട്ടോ. ഞാനൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാലാവസ്ഥ ജനുവരി ഫെബ്രുവരി ആ ഒരു ടൈം ആകുമ്പോഴൊക്കെ ഞങ്ങളുടെ ഇവിടെയുള്ള പ്രദേശത്തൊക്കെ ഇങ്ങനെ ചാണകം മുറ്റത്ത് തേക്കും, ചാണകം മെഴുകുക എന്നൊക്കെ പറയൂ കേട്ടോ. പിന്നെ അത് രാവിലെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല, പഠിക്കുക, പിന്നെ ബിസിനസ്സിൻ്റെ കാര്യം നോക്കുക, അതൊക്കെ തന്നെയാണ്. ഇത് നൈറ്റാണ്. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണിത്. അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് എൻ്റെ ഡയറിയാണ് കേട്ടോ. ഞാൻ എല്ലാ ദിവസവും എഴുതില്ല, ചില ദിവസങ്ങളിൽ മാത്രമാണ് ഡയറി എഴുതാറുള്ളൂ. എനിക്ക് സ്ട്രെസ്സായി തോന്നുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ഒരു ഹാപ്പി ആവാൻ വേണ്ടി മാത്രം. ഇതിന് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ വീക്ക്ലി വ്ളോഗിൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചെങ്കിൽ, ഒരു വീക്കിലുള്ള എല്ലാ ഡേയ്സിലും ലിറ്റിൽ ബിറ്റ് വീഡിയോസ് എടുത്ത് വെച്ച് എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് റെക്കോർഡ് ചെയ്ത് വീക്കെൻഡിൽ ഒരു വ്ളോഗാക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ ആ ദിവസം രാവിലെ നമുക്ക് ഹോസ്പിറ്റൽ വിസിറ്റ് ഉണ്ട്. അമ്മയുടെ കൂടെയാണ്. അപ്പോൾ തൃശ്ശൂർക്കാണ് കേട്ടോ നമുക്ക് പോകേണ്ടത്. രാവിലെ നേരത്തെയാണ് നമ്മുടെ ഡോക്ടറുടെ OP ടൈം. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ റെഡി ആയിട്ടുണ്ട്. ബസ്സിലാണ് കേട്ടോ നമ്മളിന്ന് പോണത്. അമ്മയ്ക്ക് ബസ്സിലൊക്കെ പോകാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ബസ്സാണ് ഓപ്റ്റ് ചെയ്തത്. ആളിപ്പോൾ ഓക്കെ ആയി വന്നിട്ടുണ്ട് കുറേയൊക്കെ. അപ്പോൾ ഇന്നൊരു സ്കാനിങ് ഉണ്ടായിരുന്നു നമുക്ക് രാവിലെ പോയിട്ട്. അപ്പോൾ ആ സ്കാനിങ്ങിന് വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് വേണം ഡോക്ടറേനെ അതിൻ്റെ റിസൾട്ട് വന്ന് കാണിക്കാൻ കേട്ടോ. അപ്പോൾ സ്കാനിങ് റൂമിൽ ഞാനും അമ്മയും അച്ഛനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഒരു 10 മണി 10:30 തന്നെ നമ്മുടെ പരിപാടീസൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഉച്ചയ്ക്ക് വീട്ടിൽ ഫുഡൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നേരെ പോയി ഫുഡ് വാങ്ങി. അതുപോലെ നമുക്കൊരു കൊറിയർ അയക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് അയച്ച് ഫുഡൊക്കെ വാങ്ങി വീട്ടിൽ വന്നു. 2 ഊണും ഒരു CB ആണ് കേട്ടോ വാങ്ങിയത്. CB എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. നമ്മുടെ കൂട്ടനാട് അടുത്തുള്ളൊരു കടയിൽ നിന്നാണ് വാങ്ങിയത്, നമ്മുടെ മോഡേൺ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള KL52 പറഞ്ഞ ഹോട്ടലിൽ നിന്ന്. പക്ഷേ ഊണ് നല്ലതായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതിൽ മീൻ കറി ആയാലും എല്ലാം സൂപ്പറായിരുന്നു. CB ഒരു ഓക്കെ എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ച് പുതിയ സ്റ്റോക്ക് എടുക്കാനുണ്ടായിരുന്നു. ഞാൻ അതും എടുത്തിട്ടുണ്ടായിരുന്നു ബനാനയിൽ. നിങ്ങളുടെ വീട്ടിലൊക്കെ കോഴികളൊക്കെ ഉണ്ടോ? എൻ്റെ വീട്ടിൽ കോഴികളുണ്ട് കുറച്ചധികം. എൻ്റെ അമ്മ ഒരു കോഴിപ്രാന്തിയാണ്. മീൻസ് ഇതിനൊക്കെ വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ SCRT നോക്കുകയാണ്. PSC നോക്കുന്നവർക്ക് അറിയാം SCRTയുടെ ഇമ്പോർട്ടൻസ് ഭയങ്കര അധികമാണ്. അതിൻ്റെ അതിപ്രസരം ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കേട്ടോ. ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഞങ്ങളൊരു അമ്പലം വിസിറ്റാണ് നെക്സ്റ്റ് ഡേ മോർണിംഗ്. നമ്മുടെ അടുത്തുള്ളൊരു ശിവൻ്റെ അമ്പലമാണ്. ഇവിടേക്കൊക്കെ ഞാൻ അച്ഛമ്മയുടെ ഒപ്പം ചെറുപ്പത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്നതാണ്. ഇപ്പം അങ്ങനെ അച്ഛമ്മയ്ക്കും വയ്യാതെയതിനു ശേഷം ഞങ്ങൾ ഈ വശത്തേക്കൊന്നും അങ്ങനെ വരാറേ ഇല്ല, ഈ അമ്പലത്തേക്കൊന്നും. അപ്പം ഞാനും അമ്മയും കൂടിയിട്ട് അന്ന് ഈ അമ്പലത്തിലൊന്ന് പോയി കുറച്ച് സമാധാനത്തിൻ്റെ പാതയിൽ. ഇപ്പോൾ അമ്പലം വിസിറ്റ് കാര്യങ്ങളൊക്കെയാണ് വയ്യാതെയതിനു ശേഷമൊക്കെ. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ അവിടുത്തെ ആ അമ്പലത്തിൽ പോയതിന് ശേഷം നമ്മുടെ മെയിൻ അമ്പലമായ മുലയമ്പറമ്പത്ത് വന്നു. അവിടെ പോയി പായസമൊക്കെ വാങ്ങി. പിന്നെ എൻ്റെ മെയിൻ അട്രാക്ഷൻ ഓഫ് ദി ഡേ ഈ പായസമാണ്. അത് വീട്ടിൽ വന്ന് കഴിച്ചു കേട്ടോ. പിന്നെ കുറച്ചധികം പാക്ക് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു, പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ ഉച്ചയായി അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ. ഇപ്പോൾ ചക്കരിശ്ശേരി, ചെമ്മീൻ മുരിങ്ങക്കായ, മാങ്ങാക്കറി, ഉള്ളിച്ചമ്മന്തി, പിന്നെ കുറച്ച് തൈര്, ഇതൊക്കെ കൂടി നല്ലൊരു ഊണ് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ മുരിങ്ങക്കായ ചെമ്മീൻ കറി അമ്മ യൂട്യൂബിൽ നോക്കി കണ്ടു വെച്ചതാണ് കേട്ടോ. എന്തായാലും ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നില്ല, നല്ലതായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അന്നെന്തോ എനിക്ക് ഭയങ്കര ക്രേവിങ്സ് ഉള്ള ദിവസമായിരുന്നു. അപ്പം ഞാൻ ഈവനിങ് ഒരു ഷവർമയും വാങ്ങിയിട്ടോ. ഞാനിങ്ങനെ ഈ വടക്കോറെന്ന് ഞങ്ങൾ പറയുക, വീടിൻ്റെ പിൻവശത്ത് വടക്കോരത്തൊക്കെ വന്നിരുന്ന് കഴിക്കുന്ന ഒരു ടീമാണ്. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് നൈറ്റ് കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ ജസ്റ്റ് വെറുതെ വീഡിയോ ഇങ്ങനെ എന്തൊക്കെയോ പറയണ്ട, എനിക്കെന്നെ അറിയില്ല. ഇത് നെക്സ്റ്റ് മോർണിംഗ് പുട്ട് വെള്ളക്കടലയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊറിയർ പോസ്റ്റ് ഓഫീസിൽ പോയി അയക്കണം. അത് മീറ്റ് മിസ്റ്റർ വാസുട്ടൻ. ഇതെൻ്റെ അയൽവാസിയാണ് കേട്ടോ. അവൻ എപ്പോഴും എൻ്റെ വീട്ടിൽ വരാറുണ്ട്. അപ്പോൾ അവനും ഞാനും കൂടി പോസ്റ്റ് ഓഫീസിൽ പോയി. ചില കസ്റ്റമേഴ്സിന് പോസ്റ്റ് ഓഫീസ് വഴി അയക്കണം എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ അയക്കും. ആൻഡ് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഫേമസ് ബേക്കറിയിൽ കയറിയിട്ട് നമ്മുടെ വാസുട്ടന് ഒരു ചിക്കൻ റോൾ വാങ്ങി കൊടുത്തു കേട്ടോ. കൂടെ ഞാനും വാങ്ങി കഴിച്ചു. പിന്നെ അവൻ അന്ന് മൊത്തം എൻ്റെ വീട്ടിലായിരുന്നു. പഠിക്കാനുള്ള ബുക്ക്, ഫുഡ്, അവൻ്റെ മീനടക്കം സകല സാമഗ്രികളെയും കൊടുത്തിട്ടുണ്ട്. പഠിക്കാമെന്ന് പേര് പറഞ്ഞ് വെറുതെ തുറന്ന് വെച്ചിരിക്കുകയാണ് ആൾ. പഠനമൊന്നുമല്ല നടക്കണത്, വേറെ പലതുമാണ് സൈഡിൽ കൂടെ പോണത്. പിന്നെ ഉച്ചയായപ്പോൾ ആളിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ അവൻ ഭയങ്കര ഷൈ ആണ് കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ. ഇത് ഈവനിങ് ഞങ്ങൾ ജ്വല്ലറിക്ക്
പോവാണ് കേട്ടോ, ഞാനും അമ്മയും കൂടിയിട്ട്. സ്വർണം എടുക്കാനോ വിൽക്കാനോ ഒന്നുമല്ല, വേറെ ആവശ്യത്തിന് വേണ്ടി പോവാണ്. ഇപ്പോൾ സ്വർണത്തിനൊക്കെ എന്താ വില, ആ ഒരു സമയത്ത് നമുക്ക് എടുക്കാനും ഒന്നും പറ്റില്ല കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് വെറുതെ ഒരു ഔട്ട്ഫിറ്റ് ചെക്ക് നടത്തുകയാണ്. പിന്നെ പുതിയൊരു ആംഗിളും കണ്ടുപിടിച്ചു, വീടിൻ്റെ മുന്നിലെ ഗേറ്റിൻ്റെ അവിടെ നല്ലൊരു ആംഗിൾ കിട്ടി. പിന്നെ എൻ്റെ പോണ വഴിയിൽ എൻ്റെ ഡ്രൈവിംഗ് മാഷിനെ കണ്ടു കേട്ടോ, എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ച മാഷിനെ. ഓൾറെഡി ലൈസൻസൊക്കെ ഇപ്പോൾ കിട്ടി. അപ്പോൾ ആൾ ഞങ്ങളതിനെ അവിടെ ഡ്രോപ്പ് ചെയ്തു. നമ്മൾ ജ്വല്ലറി പോയി കാര്യമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ കുറച്ചധികം നമ്മൾ വാങ്ങി. മുട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും മുട്ടയൊക്കെ ഡെയിലി 2 മുട്ടയെങ്കിലും കഴിക്കാൻ ശ്രമിക്കണം. പ്രോട്ടീൻ നമുക്ക് ഭയങ്കര ആവശ്യമാണല്ലോ. ബീൻസ്, അമരക്കായ, കാബേജ്, ബജ്ജിമുളക് എന്തിനാണെന്നറിയോ? നിങ്ങൾ ജസ്റ്റ് ഉപ്പിട്ടൊന്ന് വറുത്ത് കഴിച്ച് നോക്കും, ഭയങ്കര ടേസ്റ്റാണ്. അതായത് ബജ്ജി ഉണ്ടാക്കാനല്ല കേട്ടോ. പിന്നെ മഞ്ഞ ചക്കരമത്ത, സ്വീറ്റ് കോൺ, ഇതൊക്കെ വാങ്ങി നമ്മൾ വീട്ടിൽ വന്നു. അപ്പോൾ ഓക്കെ, ബായ്.